കുറച്ച് ദിവസമായിട്ട് നല്ല മഴയുള്ളത് കാരണം നമ്മുടെ ടെറസിൻ്റെ അവസ്ഥയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. പുല്ലും പായലും ഒക്കെ അലങ്കോലായി കിടക്കുകയാണ്. ഞാനിന്ന് നമ്മുടെ ടെറസിലെ കുറച്ച് ഫ്രൂട്ട്സ് കാണിച്ചു തരാം. ആദ്യം തന്നെ ഇത് സ്വീറ്റ് ഓറഞ്ച് എന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. പക്ഷേ ഇത് ഒട്ടും തന്നെ സ്വീറ്റ് അല്ല, നല്ല പുളിയാണ്. പക്ഷെ എപ്പോഴും ഫ്രൂട്ട്സ് ഉണ്ടാവും, ബിഗ് സൈസും ആകും. പിന്നെ നമുക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ വീട്ടിലൊരു ഓറഞ്ചൊക്കെ കായ്ച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഓറഞ്ച് മരമൊക്കെ ഉണ്ടെന്ന് പറയാനും കാണാനും ഒക്കെ ഒരു സുഖമല്ലേ. പിന്നെ ഫ്രൂട്ട് സ്വീറ്റ് അല്ലെങ്കിലും ഇതിൻ്റെ ഫ്ലവറിന് നല്ല സ്വീറ്റ് സ്മെല്ലാണ് കേട്ടോ. അടുത്തത് നമ്മുടെ അമ്പഴമാണ്. അതും സ്വീറ്റ് അമ്പഴം എന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. ഇതും സ്വീറ്റ് അല്ല. ഇതിൻ്റെ ടേസ്റ്റ് നമ്മുടെ പച്ച മാങ്ങയുടെ ടേസ്റ്റാണ്. ഇത് റൈപ്പ് ആകുമോ എന്നൊന്നും അറിയില്ല കേട്ടോ, പക്ഷേ അച്ചാറിടാൻ ബെസ്റ്റാണ്. പിന്നെ പച്ച മാങ്ങ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. പിന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. ഇത് റൈപ്പ് ആവാനുള്ള അവസരം ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല കേട്ടോ. ഇതിലെപ്പോഴും ഫ്രൂട്ട്സ് ഉണ്ടാവും, നിറച്ച് കായ പിടിക്കുകയും ചെയ്യും. അടുത്തത് ചെറിയാണ് കേട്ടോ, ബാർബഡോസ് ചെറി. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് കായ്ക്കുന്നത്. ഒരുപാട് തവണ ഫ്ലവർ വന്നിട്ട് അത് കൊഴിഞ്ഞു പോവാറായിരുന്നു പതിവ്. ഇപ്പോൾ അതിൽ ഫ്രൂട്ട്സ് പിടിച്ചിട്ടുണ്ട്. ഇത് പച്ചയായിട്ട് നിൽക്കുന്നേ ഉള്ളൂ. ഇതിനി പഴുക്കുമ്പോൾ എങ്ങനെയാന്ന് കാണിച്ചു തരാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനിത് വേറെ എന്തോ ചെറിയെന്ന് പറഞ്ഞ് വാങ്ങിയതാണ് കേട്ടോ. നമ്മുടെ കേക്കിലൊക്കെ വയ്ക്കുന്ന ഒരു തരം ചെറിയില്ലേ, അതൊന്ന് കരുതി വാങ്ങിയതാണ്. ഇതൊക്കെ പണ്ടൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അതൊക്കെ മുറിച്ച് കളയോ അങ്ങനെ നശിച്ചു പോവുകയൊക്കെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കായ്ച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇത് നട്ടിട്ട് ഒരു 6 വർഷത്തിന് മേളിലായി. ഇതെൻ്റെ അച്ഛനാണ് കേട്ടോ ആദ്യം വാങ്ങിയത്. അച്ഛൻ വാങ്ങി അവിടെ വീട്ടിൽ വെച്ചപ്പോൾ അതിൽ കായ പിടിക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കൊമ്പ് എനിക്ക് തന്നതാണ്. ഞാനിവിടെ വെച്ചിട്ടും ഇതൊരു 6 വർഷത്തോളം ഞാൻ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷെ എന്തായാലും ഇപ്പം കായ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ടെറസ് ക്ലീനിങ് ആണ്. എന്തായാലും രാവിലെ വലിയ മഴയൊന്നുമില്ല. അപ്പോൾ ഈ ചെടിയുടെ താഴെയുള്ള ഈ പുല്ലൊക്കെ ഒന്ന് പിഴുത് കളയാമെന്ന് കരുതി. മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ പുല്ലെല്ലാം പിഴുതെടുക്കാൻ എളുപ്പമുണ്ട്. കാരണം മണ്ണ് നല്ല ലൂസായിട്ട് നനവുള്ളത് കാരണം നല്ലപോലെ ഇങ്ങനെ പിഴുത് വരുന്നുണ്ട്. അപ്പോൾ ശരി, പിന്നെ കാണാം.